ഇഫ് യു ലുക്ക് ഇൻ ടു ഇറ്റ്, ആ കഥയിലാണ് ഇമോഷൻ ഉള്ളത്. അപ്പൊ അത് AI ആണെങ്കിലും കഥ നല്ലതാണെങ്കിൽ എമോഷൻ വരും. രണ്ടാമത്, നമ്മളെല്ലാം വിചാരിച്ചത് ഗൂഗിൾ ഉപയോഗിച്ച് നമ്മൾ ലോകാര്യം മുഴുവൻ സെർച്ച് ചെയ്യാമെന്നാണ്. ഈ സെർച്ചിങ്ങിലൂടെ ഗൂഗിള് നമ്മളെ അരിച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ChatGPT-യോട് ലോകത്തിലെ ഏറ്റവും നല്ല ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ടാർക്കോസ്കി എന്ന് പറയും. അത് ബിക്കോസ് ഇറ്റ് നോസ് ദാറ്റ് ഐ ആം ഇൻക്ലൈൻഡ് ടു ടാർക്കോസ്കി. സോ ഇൻ ദ ക്ലാസ് ഒരു ദിവസം ഞാൻ ഈ കുട്ടികളെ വെച്ചിട്ട് ചോദിച്ചു, അവരോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അവന് ടാരന്റീനോ ഇഷ്ടം. അപ്പൊ അതാണ് ഇതെന്ന് പറയുന്നു. ബട്ട് നേരത്തെ ഡോക്ടർ ബിജു പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ക്രിയേറ്റീവ് അസോസിയേറ്റ് ആയിട്ട് ഇതിനെ കണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി റിയലി ബെനിഫിഷ്യൽ ഫോർ ഫിലിം മേക്കിംഗ്. നേരത്തെ ആങ്കർ പറഞ്ഞതുപോലെ ഫ്രം ദി വെരി ഐഡിയ ഓഫ് whether this film will be box office success, from that stage onwards studios are using AI now, and on every step to develop, to design small properties or the storyboarding, everything it is there. And probably what I thought, I don't know whether you talked about it, മുന്നേ പറഞ്ഞോന്ന് അറിയില്ല, 2 വർഷം മുമ്പ് റിലീസ് ചെയ്ത ടോം ഹാങ്കിന്റെ ഹിയർ എന്ന് പറഞ്ഞ പടം. അപ്പൊ അതില് ടോം ഹാങ്ക്സ്, അതിലുള്ള 4 കഥാപാത്രങ്ങള് അവരുടെ 17-18 വയസ്സുള്ള സമയത്തെ ടോം ഹാങ്കും, ഈ ഇപ്പൊ 60 വയസ്സുള്ള ടോം ഹാങ്കും, അത് കഴിഞ്ഞൊരു 85-88 വയസ്സുള്ള ടോം ഹാങ്കും ഈ ടോം ഹാങ്ക് തന്നെ അഭിനയിച്ചിരിക്കുന്നു. പക്ഷെ അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ AI ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഈ 67 വയസ്സുള്ള ടോം ഹാങ്ക് ആണ് പിന്നെ സെറ്റിലുള്ളത്. പക്ഷെ ഡയറക്ടർ മോണിറ്ററിൽ കാണുന്നത് 17 വയസ്സുകാരനായ ടോം ഹാങ്കിനെ. സോ അത്രയും റിയൽ ടൈം ആപ്ലിക്കേഷൻ ഇപ്പം പിന്നെ AI കടന്നു വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് പ്രോബബ്ലി ഇറ്റ് വിൽ ഹെൽപ്പ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ദി ന്യൂ മന്ത്ര ഈസ് AI ഈസ് ഡെഡ്. And people say it is now it is the age of SI, synthetic intelligence, because the tagline is AI uses the past, SI creates. So we don't know where it is going. അപ്പൊ ഈ എന്റെ ഒരു ചെറിയ നമുക്കിത് ഒരു സഹായിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള എന്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാൻ. 2 ഉദാഹരണം. ഒന്ന്, ഞാൻ ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തപ്പം